സഖാവ് സാറിന് ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഇവിടെ കൂട്ടത്തോടെ വന്ന് ഞങ്ങളുടെ വോട്ടർമാരെല്ലാം കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങൾ ചോദിക്കാൻ പോയപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ തൂക്കി പുറത്തിട്ടാണ് കൺവിൻസ് ചെയ്യുന്നത്. അവിടെ നിന്ന് മീഡിയ മുമ്പിൽ അഭിനയിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? നോക്കി അവരുടെ പേര് വന്നു. സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സീൻ ക്രിയേറ്റ് ചെയ്യാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കാൻ സീൻ ക്രിയേറ്റ് ചെയ്യാണ്. പാടില്ലെന്നല്ല, വന്നോട്ടെ, സീൻ ക്രിയേറ്റ് ചെയ്യരുത്. മറ്റുള്ളവരുടെ വോട്ടർമാരെ ഡിസ്റ്റർബ് ചെയ്ത് സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആരും വരണം ഞങ്ങൾ പറയുന്നില്ല. അത് BJP ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സ്ഥാനത്ത് ഒറ്റയ്ക്കാ വന്നത്. ഇവിടെ വന്ന് സീൻ ക്രിയേറ്റ് ചെയ്യും. ഞങ്ങളുടെ സഖാവിന് മേത്ത് കൈവച്ചു. ഞങ്ങളുടെ സഖാവിന് മേത്ത് കൈവച്ചു. ഞങ്ങളുടെ സുക്കൂർഖാന്റെ മേലെ കൈവച്ചു. ഞങ്ങൾക്ക് തിരിച്ചടിക്കാറുണ്ട്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ സഖാവിന് മേത്ത് കൈവെക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഞങ്ങളുടെ സഖാവിന് മേത്ത് കൈവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ രാഹുൽ വന്ന് വെല്ലുവിളിച്ചത് 23-ാം തീയതി കാണാനാണ്. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിലോട്ടും വേണ്ട. ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ അന്തസ്സോടെ ഇരിക്കും. ഒരു വർഗീയവാദിലോട്ട് ഞങ്ങൾക്ക് വേണ്ട. അവരിപ്പോ വെല്ലുവിളിച്ചിട്ട് പോവുകയാണ്. രാഹുൽ മാങ്കുട്ടിയിൽ വെല്ലുവിളിച്ചിട്ട് പോകുന്നത് 23-ാം തീയതി കാണാൻ. ഞങ്ങൾ തോറ്റാലും അന്തസ്സോടെ നോക്കോളൂ. അന്തസ്സോടെ ഒരു വർഗീയവാദിലോട്ട് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളിക്ക് ഞങ്ങളുടെ മറുപടി 23-ാം തീയതി കിട്ടും. ഈ സ്ഥാനാർത്ഥി മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇവർ ഈ ആരോപണം, ഈ സംഘർഷാവസ്ഥ പൂർണ്ണമായി മാറിയിട്ടുള്ള അതേസമയം ഏറെക്കുറെ സ്ഥാനാർത്ഥി പോയതോടെ ഏറെക്കുറെ സംഘർഷാവസ്ഥ ഒരുവിധം ഒഴിവായിട്ട് അതേസമയം ഇപ്പോഴും CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിലെല്ലാം പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി സംഘടിച്ച് നിൽക്കുകയാണ്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന ഒരു ആരോപണം CPM പ്രവർത്തകർ ഉന്നയിക്കുന്നു. BJP പ്രവർത്തകരും അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു. അതേസമയം താൻ അവിടെ പോളിംഗ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം BJP പ്രവർത്തകർ ആദ്യം നടത്തി, പിന്നാലെ CPM പ്രവർത്തകർ നടത്തി.